ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം 20. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭാഗങ്ങളുടെ എണ്ണം 22. നിലവിലെ ഭാഗങ്ങളുടെ എണ്ണം 25. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 368. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്ക. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1976. 42ാം ഭേദഗതി നിലവിൽ വന്ന വർഷം 1976. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭേദഗതി നിലവിൽ വരുമ്പോഴുള്ള പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 42ാം ഭേദഗതിയുടെ മറ്റൊരു പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. 42ാം ഭേദഗതിയുടെ മറ്റൊരു പേര് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റി. ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് 42ാം ഭേദഗതി നിലവിൽ വന്നത്? സ്വരൺ സിംഗ് കമ്മിറ്റി. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത ഭാഗങ്ങൾ: 4A മൗലിക കടമകളിൽ അനുച്ഛേദം 51A. 4A മൗലിക കടമകളിൽ അനുച്ഛേദം 51A. 2. 14A ട്രിബ്യൂണലുകൾ. 14A ട്രിബ്യൂണലുകൾ അനുച്ഛേദം 323A, അനുച്ഛേദം 323B. 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുനിയമനങ്ങളിലെ തർക്കപരിഹാരത്തിനും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെ പരിഹാരത്തിനും വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്. കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പൊതുനിയമനങ്ങളിലെ തർക്കങ്ങളുടെ പരിഹാരത്തിനും ജീവനക്കാരുടെ സർവീസ് സംബന്ധമായ തർക്കങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടത്. കോടതിയിൽ പോകാതെ പകരം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുകളിലായിരിക്കും ഈ കേസുകൾ വാദിക്കുക. 323 ട്രൈബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ്. മറ്റ് വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള ട്രിബ്യൂണൽ. ടാക്സേഷൻ, ലാൻഡ് റിഫോംസ് എക്സെട്ര. ഇന്ത്യയിൽ ഇതുവരെയുള്ള ഭരണഘടനാ ഭേദഗതികളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭരണഘടനാ ഭേദഗതി. ഇതുവരെ എത്ര തവണ ആമുഖത്തിൽ ഭേദഗതി നടത്തിയിട്ടുണ്ട്? ഒരേ ഒരു തവണ. ഇന്ത്യയിൽ എത്ര തവണ ആമുഖം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരേ ഒരു തവണ. ഇന്ത്യയിൽ ഇതുവരെ ഭരണഘടനാ ഭേദഗതികളിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം വരുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 42ാം ഭേദഗതി. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത വാക്കുകൾ. 42ാം ഭേദഗതി പ്രകാരം ആമുഖത്തിൽ കൂട്ടിച്ചേർത്ത വാക്കുകൾ: സോഷ്യലിസം, മതേതരത്വം, അഖണ്ഡത. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. സോഷ്യലിസം, മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിൻ്റെ ഐക്യം എന്ന പ്രയോഗത്തിന് പകരം ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റുകയും ചെയ്തു. ക്യാബിനറ്റ്, കേന്ദ്ര മന്ത്രിസഭ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ്. 42ാം ഭേദഗതിയിലൂടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അനുസരിക്കാൻ പ്രസിഡന്റ് ബാധ്യസ്ഥനാണ് എന്ന ഭേദഗതി നിലവിൽ വന്നു. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എപ്പോഴെങ്കിലും വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? 42ാം ഭേദഗതി പ്രകാരം 1976 ലോക്സഭയുടെയും നിയമസഭകളുടെയും കാലാവധി 5 നിന്നും 6 ആക്കി മാറ്റി. 44ാം ഭേദഗതി പ്രകാരം 1978 തിരികെ 6 നിന്നും 5 ആക്കി മാറ്റി. 42ാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ 3 അനുച്ഛേദങ്ങൾ. ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾ. ഇത് നടപ്പിലാക്കാൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുന്നതിനായി ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങളെ പറ്റിയാണ് ഭാഗം 4 മാർഗനിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നത്. ഇത് നടപ്പിലാക്കാൻ പക്ഷേ ഇന്ത്യൻ പൗരന് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല. ഇത് ന്യായവാദത്തിന് അർഹമല്ല. മൗലിക കടമകളല്ല, മാർഗനിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമല്ല. 42ാം ഭേദഗതി പ്രകാരം ഭാഗം 4 കൂട്ടിച്ചേർത്ത അനുച്ഛേദങ്ങൾ 3 അനുച്ഛേദങ്ങൾ. 39A തുല്യനീതി, സൗജന്യ നിയമസഹായം. ഇന്ത്യയിലെ പൗരന്മാർക്ക് തുല്യനീതിയും സൗജന്യ നിയമസഹായവും. 39A.
43A വ്യവസായ സ്ഥാപനങ്ങളിൽ മാനേജ്മെൻറ്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. 48A പരിസ്ഥിതി സംരക്ഷണവും മെച്ചപ്പെടുത്തലും വന്യജീവികളുടെ സംരക്ഷണവും. 15 ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തായി മാത്രമായി പ്രഖ്യാപിക്കാൻ സാധിക്കുമോ? 1975 42-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ഒരു പ്രദേശത്ത് മാത്രമായി 382 പ്രകാരമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് കേരളത്തിൽ മാത്രമായിട്ട് വേണമെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഒരു സംസ്ഥാനത്തെ പ്രസിഡന്റ് ഭരണം എത്ര കാലത്തേക്ക് വർദ്ധിപ്പിക്കാം? പാർലമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി ഒരു പ്രാവശ്യം 6 മാസത്തേക്ക് ദീർഘിപ്പിച്ചിരുന്ന പ്രസിഡന്റ് ഭരണം 1976 42-ാം ഭേദഗതി പ്രകാരം 1 വർഷമാക്കി മാറ്റി. 1976 42-ാം ഭേദഗതി പ്രകാരം സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങളുടെ എണ്ണം 5. പാർലമെൻറ്റ് വഴി മാത്രം നിയമനിർമ്മാണം സാധിക്കുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാന നിയമസഭകൾ വഴി മാത്രം നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. പാർലമെൻറ്റിലും സംസ്ഥാന നിയമസഭകൾക്കും നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. സംസ്ഥാന ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റപ്പെട്ട വിഷയങ്ങൾ വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, വനം, ഫോറസ്റ്റ്, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവുതൂക്ക സമ്പ്രദായം. സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റ് കോടതികളിലെ ഭരണ സമ്പ്രദായം. അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഓൾ കോർട്സ് എക്സെപ്റ്റ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്സ്.